എറണാകുളത്ത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ബഡ്ജറ്റ് വിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന 10 വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനോഹര വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എല്ലാ മനഃപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ മനോഹര വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിലാണ്. മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം ദൂരത്തിലായി 10 വീടുകൾ മാത്രം ഉൾപ്പെടുത്തിയാണ് ഈ വില്ല കമ്മ്യൂണിറ്റി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ 4ഓളം വീടുകൾ ഇതിനോടകം സോൾഡ് ഔട്ടായി കഴിഞ്ഞിട്ടുമുണ്ട്. ഇനി അവശേഷിക്കുന്ന വീടുകളിൽ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഒരു വീടിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ മുൻപേ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 വീടുകൾ മാത്രമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 3.5 സെന്റിൽ 1670 സ്ക്വയർ ഫീറ്റ് മുതൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 BHK ബാത്ത് അറ്റാച്ച് വീടുകളായിട്ടാണ് ഈ എല്ലാ വീടുകളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. കുടിവെള്ളത്തിനായി നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഉപയോഗപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. ഭംഗിയാർന്ന ഒരു പ്രകൃതിരമണീയ പശ്ചാത്തലത്തിലാണ് ഈ വീടുകൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വീടുകൾ വിറ്റുപോകുന്ന ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടുകളിൽ മുൻപേ സൂചിപ്പിച്ച പ്രകാരം 4 വീടുകൾ ഇതിനോടകം തന്നെ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. വാസ്തുപ്രകാരമാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ 10 വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ല കമ്മ്യൂണിറ്റി എല്ലാ വീടുകൾക്ക് മുമ്പിലും 4 മീറ്ററോളം വീതി വരുന്ന വലിയ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട്ടിലേക്ക് വന്നാൽ 3.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. വീടിന് മുൻഭാഗത്തായി സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ്. മാർക്കറ്റിൽ ലഭ്യമായ ഏതൊരു വലിയ SUV-യും സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ കാർ പോർച്ചിൽ ലഭ്യമാണ്. ഈ വീടിന് മുൻഭാഗത്തായി ഭംഗിയാർന്നിട്ടുള്ള കടപ്പാക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുകളും ഭംഗിയുള്ള ഗാർഡൻ ഏരിയയും എല്ലാം സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് 400 മീറ്ററും ചാണൽ സ്കൂൾ, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് 1.5 കിലോമീറ്ററും, സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്ററും, രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററും, ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9 കിലോമീറ്ററും, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും, ഇടപ്പള്ളി ലുലു മാളിലേക്ക് 12 കിലോമീറ്ററും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി കൊളോണിയൽ എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. വീടിന് മുൻഭാഗത്തായി നീളമേറിയ ഒരു സിറ്റ് ഔട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിലുള്ള ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഇടതുഭാഗത്തുള്ള വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. നല്ല രീതിയിലുള്ള പ്രൈവസി ലഭ്യമാക്കുന്ന രീതിയിലാണ് ഈ ഭാഗം ഡിസൈൻ ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്നത്. ധാരാളം ജനാലകളെല്ലാം ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും. മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ലൂവറിങ്ങിൽ ഭംഗിയുള്ള ഒരു TV സ്റ്റാൻഡും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടുകളിൽ എല്ലാത്തിലും നമുക്ക് BLDC ഫാനുകൾ അടക്കം സൗകര്യം നൽകിയാണ് വീട് വിൽപ്പനക്കായി വെച്ചിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. 10ഓളം പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാകുന്ന വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ്. സ്റ്റെയറിന് താഴ്ഭാഗത്തായിട്ടാണ് ഭംഗിയാർന്ന ഡിസൈൻ നൽകിയിരിക്കുന്ന ഒരു വാഷ് കൗണ്ടർ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഷെൽഫുകളും ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും. ലിവിംഗ് ഏരിയ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ്. വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാനുള്ള ഡിസൈനിങ്ങിൽ തന്നെയാണ് ഈ ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിന്റെ ബെഡ്റൂം പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാകുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് 14 അടി നീളവും 12 അടി വീതിയിലുമാണ്. മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബ് നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാനായി കഴിയും. ഭംഗിയാർന്ന ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്
ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ബാത്റൂമിൽ സാനിറ്ററി ഐറ്റംസ് ആയി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറ ബ്രാൻഡാണ്. വാൾ ഹാങ്ങിങ് ടൈപ്പിലുള്ള WCകളാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഭംഗിയാർന്നിട്ടുള്ള സ്റ്റെയറുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. വുഡൻ ഫിനിഷിലുള്ള ടൈലുകളാണ് സ്റ്റെയറിൽ നൽകപ്പെട്ടിരിക്കുന്നത്. കൈവരികൾക്കായി സ്ക്വയർ ട്യൂബും അതിന് മുകളിൽ വുഡൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ ലാൻഡിങ്ങിലായി പറകോളുകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ ധാരാളം പ്രകാശം നമുക്ക് ലഭ്യവുമാണ്. സ്റ്റെയർ കയറി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഭംഗിയുള്ള ലൂവറിംഗ് നൽകി ഇവിടെ ഒരു TV യൂണിറ്റും നമുക്കായി കരുതി വെച്ചിരിക്കുന്നതാണ്. മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് എല്ലാം ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും. ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിനെ അനുസരിപ്പിക്കും വിധം വീതിയിലും നീളത്തിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഭംഗിയാർന്നിട്ടുള്ള ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രോബ് തന്നെ മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. അടുത്തതായി നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടി നീളത്തിലും 12 അടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമും വളരെ വിശാലമായിട്ടുള്ള ഒരു രൂപകൽപ്പനയിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണാം. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറമേക്കുള്ള ദൃശ്യങ്ങൾ മനോഹരമായി തന്നെയാണ് അനുഭവവേദ്യമാവുക. മനോഹരമായിട്ടുള്ളൊരു വാർഡ്രോബ് ഈ ബെഡ്റൂമിൽ നമുക്ക് കാണുവാനായി കഴിയും. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ അവസാനത്തെ ബെഡ്റൂം ഒരുക്കി നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും വീടിന്റെ വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗത്തേക്കുമാണ്. എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ 10 വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഇതിനോടകം തന്നെ 4ഓളം വീടുകൾ സോൾഡ് ഔട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വില്ല കമ്മ്യൂണിറ്റികളിൽ വീടുകളുടെ വിലകൾ ആരംഭിക്കുന്നത് 65 ലക്ഷം രൂപ മുതൽക്കാണ്. ആ വിലകളെല്ലാം തീർച്ചയായും നെഗോഷ്യബിളുമാണ്. ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ്. ഈ വില്ല കമ്മ്യൂണിറ്റി നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.